ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ദ നെക്ലേസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് മൊപ്പസാങ് ആണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് നോക്കാം. She was one of those pretty young ladies born as if through an error of destiny into a family of clerks. She had no dowry, no hopes, no means of becoming known, loved, and married by a man either rich or distinguished. And she allowed herself to marry a petty clerk in the office of the Board of Education. She was simple, but she was unhappy. എന്താണ് അവർ, അതായത് ഈ ഷോർട്ട് സ്റ്റോറിയിലെ ഹീറോയിൻ്റെ പേരാണ് മെറ്റിൽഡ. അപ്പോൾ മെറ്റിൽഡ ഒരു പ്രെറ്റി യങ് ലേഡി ആയിരുന്നു. പക്ഷേ അവർക്ക് എന്താണ് നിർഭാഗ്യം കാരണം എന്താണ് ഒരു ഫാമിലി ഓഫ് ക്ലർക്സ്, ഒരു സാധാരണ കുടുംബത്തിലാണ് അവർ ജനിച്ചത്. അവർക്ക് ഡൗറിയോ സ്വപ്നങ്ങളോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. കാരണം അതിനൊന്നുമുള്ള സാഹചര്യമില്ലായിരുന്നു. അവർക്ക് ഒരു റിച്ച് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ആയ ഒരു മാനുമായിട്ടുള്ള മാരേജിന് പോലും ഒരു ഭാഗ്യം ഉണ്ടായില്ല. പകരം ഒരു പെറ്റി ക്ലർക്ക്, ഒരു ചെറിയൊരു ക്ലർക്കിനെ ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെറ്റി ക്ലർക്കിനെയാണ് അവർ മാരി ചെയ്തത്. അവരൊരു സിമ്പിൾ ലൈഫാണ് നയിക്കുന്നത്, പക്ഷേ അതിലൊന്നും അവർ ഹാപ്പി ആയിരുന്നില്ല. ഷീ സഫേർഡ് ഇൻസെസൻ്റ്ലി, ഫീലിംഗ് ഹെർസെൽഫ് ബോൺ ഫോർ ഓൾ ഡിലീസീസ് ആൻഡ് ലക്ഷറീസ്. She suffered from the poverty of her apartment, the shabby walls and the worn chair. All these things tortured and angered her. ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാ ലക്ഷറീസിൻ്റെ കൂടെയും അല്ലെങ്കിൽ എല്ലാ ലക്ഷറീസും അനുഭവിച്ച് ജീവിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും സാധിക്കുന്നില്ല. അവർ ദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് അവരുടെ ആ ഒരു പഴയ അപ്പാർട്ട്മെൻറ്റിൽ വുഡ് ചെയേഴ്സ് പോലും ഓണാണെന്ന് വെച്ചാൽ അത്രയ്ക്കും മോശമായ കണ്ടീഷനിലാണ് മെറ്റിൽഡ താമസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവരെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ദേഷ്യവും ആങ്കറും ഇത് കാരണമൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഈ ഒരു ലൈഫ് കാരണം. When she seated herself for dinner opposite her husband, who uncovered the tureen with a delighted air, saying, "Oh, the god pot pie, I know nothing better than that," she would think of elegant dinners of shining silver. She thought of exquisite food served in marvelous dishes. She had neither frock nor jewels, nothing, and she loved only those things. ഇപ്പോൾ അവരും ഹസ്ബൻഡും കൂടെ ഒരു ഡൈനിങ് ടേബിളിൽ ഡിന്നർ കഴിക്കുന്ന സമയത്തായാലും ശരി, എന്താണ് ഹസ്ബൻഡ് പറയുന്നത് എന്താണ്, ഓ ദ ഗുഡ് പോട്ട് പൈ, അത് മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരു സാധാരണ ഭക്ഷണമാണ് അദ്ദേഹം കഴിക്കുന്നത്, അവർക്ക് എന്നും ഉണ്ടാവാറ്. പക്ഷേ അതും വലിയ കാര്യമായിട്ടാണ് ഈ ഹസ്ബൻഡിന് തോന്നുന്നത്. പക്ഷേ മെറ്റിൽഡ എപ്പോഴും ചിന്തിക്കുന്ന എലഗൻ ഡിന്നേഴ്സ്, അതായത് ഈ വലിയ ആർഭാടപരമായ ഡിന്നേഴ്സൊക്കെയാണ് മെറ്റിൽഡയുടെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ അവർക്ക് ഫ്രോക്സോ ജുവലറീസോ ഒന്നുമില്ല. പക്ഷേ ഇവർക്കെപ്പോഴും ഇതിനോട് വളരെ ഒരു ആഗ്രഹമുണ്ട്. She had a rich friend, a schoolmate at the convent, who she did not like to visit. She suffered so much when she returned. She wept for whole days from despair and disappointment. മെറ്റിൽഡയ്ക്ക് ഒരു റിച്ച് ഫ്രണ്ടുണ്ട്. അവരുടെ സ്കൂൾമേറ്റ് ആയിരുന്നു, കോൺവെൻറ്റിൽ അവരുടെ സ്കൂൾമേറ്റ് ആയിരുന്നു. അവിടെ പോയി കാണാനൊന്നും മെറ്റിൽഡ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ പോയിട്ട് വരുമ്പോഴൊക്കെ ഇവർ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാരണം അവർ വളരെ റിച്ചാണല്ലോ, വളരെ ലക്ഷറീസ് ആയിട്ടാണ് അവർ താമസിക്കുന്നത്. ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഡെസ്പറേഷൻ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് മെറ്റിൽഡയ്ക്ക്. One evening her husband returned elated, bearing in his hand a large envelope. ഒരു ദിവസം മെറ്റിൽഡയുടെ വീട്ടിലേക്ക് ഹസ്ബൻഡ് വരുമ്പോൾ കയ്യിലൊരു വലിയ ഒരു എൻവലപ്പൊക്കെ ഉണ്ടായിരുന്നു. he said, "Here is something for you." എന്നിട്ട് അത് മെറ്റിൽഡയ്ക്ക് കൊടുക്കുകയാണ്. ആ എൻവലപ്പ് മെറ്റിൽഡയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഇതിനകത്ത് എന്തോ ഉണ്ട്. She quickly drew out a printed card on which were inscribed these words. അപ്പോൾ അതിനകത്ത് മെറ്റിൽഡ എന്ത് ചെയ്തു, ഒരു കാർഡ് എടുത്തു. ആ എൻവലപ്പിനകത്ത് ആ ഒരു കാർഡായിരുന്നു. ആ കാർഡ് എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. The Minister of Public Instruction and Madame George Rampanue asked the honor of Mr. and Miss May Loisel's company Monday evening, January 18 at the Minister's residence. അപ്പോൾ അതൊരു ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു. Instead of being delighted as her husband had hoped, she threw the invitation spitefully upon the table, murmuring, "What do you suppose I want with that?" അപ്പോൾ എന്താണ് ഹസ്ബൻഡ് വിചാരിച്ചെന്താണ്, ഇവർ ഭയങ്കര ഡിലൈറ്റഡ് ആവുമെന്നാണ്. പക്ഷേ അങ്ങനെ ഡിലൈറ്റഡ് ആയില്ല. പകരം എന്ത് ചെയ്തു, അത് സ്പൈറ്റ്ഫുള്ളി അത് ആ ടേബിളിലേക്ക് ഇട്ടിട്ട് അവർ പറയുകയാണ്, ഇതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാണ്. "But my dearie, I thought it would make you happy. You never go out, and this is an occasion, and fine one. Everybody wishes one, and it is very select.
are given to employees. You will see the whole official world there. ഇപ്പോൾ എന്താണ്, പക്ഷേ ഹസ്ബൻഡ് പറയുന്നത് എന്താണ്, ഞാൻ വിചാരിച്ചത് ഇതിനെ ഹാപ്പി ആക്കുമെന്നാണ്. കാരണം നീ ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ലല്ലോ, ഇതൊരു വലിയൊരു ഒക്കേഷനാണ്, എല്ലാവർക്കും വിഷസ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് ആഗ്രഹിക്കും. പക്ഷേ എല്ലാ എംപ്ലോയീസിനൊന്നും ഇങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അവിടെ എല്ലാ ഹോൾ ഒഫീഷ്യൽസും കാണും. ഇതൊരു വലിയൊരു ചാൻസ് ആണെന്ന് പറയുന്നു പുറത്ത് പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടി എൻജോയ് ചെയ്യാനായിട്ട്. She looked at him with an irritated eye and declared impatiently, "What do you suppose I have to wear to such a thing as that?" അപ്പോൾ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് മെറ്റിൽഡ ഹസ്ബൻഡിനെ നോക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ധരിച്ചുകൊണ്ട് അവിടെ വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? He had not thought of that. He stammered, "Why, the dress you wear when we go to the theatre. It seems very pretty to me." He was silent, stupefied, in dismay at the sight of his wife weeping. He stammered, "What is the matter? What is the matter?" അപ്പോൾ ഇദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം സ്റ്റാമർ ചെയ്ത് പറയുകയാണ്, നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ അതൊക്കെ ഇടുന്നത് അതൊക്കെ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഈ വൈഫ് വീപ്പ് ചെയ്യാണ്, കരയുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വിക്കി ചോദിക്കുകയാണ്, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. By a violent effort she had controlled her vexation and responded in a calm voice, wiping her moist cheek. "Nothing. Only I have no dress and consequently I cannot go to this affair. Give your card to some colleague whose wife is better fitted out than I." അപ്പോൾ എന്താണ്, കരച്ചിൽ നിർത്തി ഒന്ന് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് മെറ്റിൽഡ പറയുകയാണ്, ഒന്നുമില്ല, കാരണം എനിക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഡ്രസ്സൊന്നുമില്ല, അങ്ങനെ നല്ല ഡ്രസ്സൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൊളീഗ്, ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും കൊടുക്കൂ, അദ്ദേഹത്തിൻ്റെ വൈഫിന് കുറച്ചുകൂടെ നല്ല ഡ്രസ്സുള്ള ആർക്കെങ്കിലും കൊടുക്കൂ എന്ന് പറയുകയാണ്. He was grieved, but answered, "Let us see, Matilda. How much would a suitable costume cost? Something that would serve for other occasions. Something very simple." അപ്പോൾ അദ്ദേഹം ഈ ദുഃഖം കണ്ട് പറയുകയാണ്, നമുക്ക് നോക്കാൻ പറ്റില്ല, ഈ ഒരു സ്യൂട്ടബിൾ കോസ്റ്റ്യൂമിന് എത്ര രൂപയാവും? അത്രയും എന്താണ് സിമ്പിളായ എന്തായാലും ധരിക്കാൻ കൊള്ളാവുന്ന ഒരു കോസ്റ്റ്യൂമിന്, നല്ലൊരു കോസ്റ്റ്യൂമിന് എത്ര രൂപയാവും? She reflected for some seconds, thinking of a sum that she could ask for without bringing with it an immediate refusal and a frightened exclamation from the economical clerk. Finally she said in a hesitating voice, "I cannot tell exactly, but it seems to me that 400 francs ought to cover it." എന്താണ്, അപ്പോൾ മെറ്റിൽഡ കുറച്ചേരം ചിന്തിച്ചു. എന്തായാലും ഇദ്ദേഹത്തിന് ഒരു ഇമ്മീഡിയറ്റ് റെഫ്യൂസൽ കിട്ടാത്ത, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സംഖ്യ അല്ലാത്ത, ഈ എക്കണോമിക്കൽ ക്ലർക്കിനെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമ്മൊക്കെ എത്ര രൂപയായിരിക്കും എന്നൊക്കെ ഇദ്ദേഹം മെറ്റിൽഡ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം ഒരു 400 ഫ്രാങ്ക്സിനകത്താവും. He turned a little pale, for he had saved just his sum to buy a gun that he might be able to join some hunting parties in next summer with some friends who went to school shoot larks on Sunday. Nevertheless he answered, "Very well, I will give you 400 francs, but try to have a pretty dress." അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെ പെയിലായി. എന്നിട്ട് പറയുകയാണ്, ഇദ്ദേഹം പറയുകയല്ല, ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഇദ്ദേഹം ഗൺ മേടിക്കാനായിട്ട്, അതായത് ഹണ്ടിങ് പാർട്ടീസിന് നെക്സ്റ്റ് സമ്മറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 400 ഫ്രാങ്ക്സ് വരും. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ നിനക്ക് 400 ഫ്രാങ്ക്സ് തരാം, പക്ഷേ അത് വെച്ച് നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കണം. The day of the ball approached, and Loisel seemed sad, disturbed, anxious. Nevertheless her dress was nearly ready. Her husband said to her one evening, "What is the matter with you? You have acted strangely for 2 or 3 days." അപ്പോൾ എന്താണ്, പാർട്ടിയിലേക്കുള്ള ദിവസം അടുത്തടുത്ത് വരികയാണ്. ആ ഡ്രസ്സ് എന്തായാലും നിയർലി റെഡിയായി, ഡ്രസ്സിൻ്റെ കാര്യം എന്തായാലും ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഹസ്ബൻഡ് ചോദിക്കണം, എന്താണ് നിൻ്റെ പ്രശ്നം, എന്താണ്, ഇപ്പോൾ നീ 2 ദിവസമായിട്ട് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ടാണല്ലോ പെരുമാറുന്നത്. And she responded, "I am vexed not to have a jewel, nothing to adorn myself with. I shall have such a poverty-stricken look. I would prefer not to go to this party." എന്താണ്, എനിക്ക് വേറെ ജുവൽസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ എന്താണ് ധരിക്കുക? ഒരു പോവർട്ടി സ്ട്രിക്കൺ, അല്ലെങ്കിൽ ദാരിദ്ര്യം പിടിച്ച ഒരു പോലെ ആയിരിക്കും ഞാൻ നോക്കാൻ, അല്ലെങ്കിൽ എന്നെ കാണാൻ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഈ പാർട്ടിയിലേക്ക് പോകണ്ടെന്നാണ്. He replied, "You can wear some natural flowers. In this season they look chic." എന്താണ്,
നിനക്ക് വല്ല നാച്ചുറൽ ഫ്ലവേഴ്സ് ധരിച്ചൂടെ, ഈ സീസണിൽ അത് വളരെ ചിക്കായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് തോന്നും. She was not convinced. No, she replied, there is nothing more humiliating than to have shabby air in the midst of rich women. അപ്പോൾ മറ്റുള്ള എന്താണ്, അതിൽ കൺവിൻസ്ഡ് ആയിരുന്നില്ല. പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ അവരുടെ ആ റിച്ച് വുമണിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ വന്നിരുന്ന അങ്ങനെ ആവും, ഞാൻ ഹ്യൂമിലേറ്റഡ് ആയി പോകും, അല്ലെങ്കിൽ ഞാൻ നാണം കെട്ട് പോകും. Then her husband cried out, how stupid we are. Go and find out your friend Frostier and ask her to lend you her jewels. അപ്പോൾ നമ്മൾ എന്ത് സ്റ്റുപ്പിഡാണ്. നീ നിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്, റിച്ച് ഫ്രണ്ടിൻ്റെ അടുത്ത്, ഫ്രോസ്റ്റിയറിൻ്റെ അടുത്ത്, മെമ്മെ ഫ്രോസ്റ്റിയറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കൂ, എന്താണ് കുറച്ച് ജുവൽസ് കടം വാങ്ങും, എന്നിട്ട് ഇട്ടുകൊണ്ട് പോകും. ഷീ uttered a cry of joy. It's true, she said. I had not thought of that. അപ്പോൾ മറ്റുള്ള വളരെ സന്തോഷം. ശരിയാണ്, ഞാൻ അത് വിചാരിച്ചില്ല, അത് ഞാൻ ആ കാര്യം ഞാൻ ഓർമ്മിച്ചില്ല. That next day, she took herself to her friend's house and related her story of distress. Mary Foster went to her closet, took out a large jewel case, brought it, opened it, and said, "Choose, my dear." എന്താണ്, പിറ്റേ ദിവസം തന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, എന്നിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് കാര്യം പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്തു, പോയി അവരുടെ ആ ഒരു ജുവൽ കേസ് എടുത്തുകൊണ്ട് വന്നിട്ട് തുറന്നു, എന്നിട്ട് പറയുക, ഏതാണെന്ന് വെച്ചാൽ എടുത്തു നിനക്ക്. She saw at first some bracelets, then a collar of pearls, then a Venetian cross of gold and jewels of admirable workmanship. She tried the jewels before the glass, hesitated, but could neither decide to take them nor leave them. Then she asked, have you nothing more? എന്താണ്, ആ ജുവൽസിനകത്ത് അതിനകത്ത് ഒരുപാട് ജുവൽസ് ഉണ്ടായിരുന്നു, ഒരുപാട് നല്ല നല്ല ജുവൽസ് ഉണ്ടായിരുന്നു. അതൊക്കെ ധരിച്ചൊക്കെ നോക്കിയാണ്, പക്ഷേ അതെടുക്കാനും വയ്യ, ലീവ് ചെയ്യാനും വയ്യ. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് കൂടുതലൊന്നും ഇല്ലേ? വൈ യെസ്, ലുക്ക് ഫോർ യുവർ സെൽഫ്, ഐ ഡു നോട്ട് നോ വാട്ട് വിൽ പ്ലീസ് യു. ഉണ്ട്, നീ തന്നെ നോക്കിയോളൂ, എനിക്കറിയില്ല നീ എന്നെയൊക്കെ ഏതായിരിക്കും ഇഷ്ടപ്പെടുക എന്ന്. Suddenly she discovered in a black satin box a superb necklace of diamonds. Her hands trembled as she took it out. She placed it about her throat against her dress and was ecstatic. Then she asked in a hesitating voice full of anxiety, could you lend me this, only this? എന്താണ്, അവസാനം ഒരു ബ്ലാക്ക് സെറ്റൻ ബോക്സിനകത്ത് ഒരു സൂപ്പർ നെക്ലേസ് ഉണ്ടോ, ഡയമണ്ട്സിൻ്റെ നെക്ലേസ് ഉണ്ടോ, അതെടുത്തുകൊണ്ടൊന്ന് ധരിച്ചു നോക്കി. അപ്പോൾ നന്നായിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരു ആങ്സൈറ്റി നിറഞ്ഞ വോയിസ് ചോദിക്കുകയാണ്, ഇതെനിക്ക് നീ ലെൻഡ് ചെയ്യുമോ, കടം തരുമോ, ഇത് മാത്രം. വൈ എ സർട്ടൻലി, തീർച്ചയായിട്ടും തരാമെന്ന് ഫ്രണ്ടും പറയുകയാണ്. She fell upon the neck of her friend, embraced her with passion, then went away with her treasure. എന്ത് ചെയ്തു, ആ ഫ്രണ്ട് തന്നെ നെക്കിൽ ധരിച്ചു. അതും കൊണ്ട് ആ ഒരു നിധി കിട്ടിയ കണക്ക് ഫ്രണ്ട് പോവുകയാണ്, അതായത് മെറ്റിൽഡ പോവുകയാണ്. The day of the ball arrived. Meme Loisel was a great success. She was the prettiest of all, elegant, gracious, smiling, and full of joy. All the men noticed her, asked her name, and wanted to be presented. ഇപ്പോൾ എന്താണ്, ദിവസം എത്തിച്ചേർന്നു. മെമ്മെ ലോയ്സലാണെന്ന് ഏറ്റവും കൂടുതൽ സക്സസ് ആയത്, അവിടെ ഏറ്റവും പ്രത്യസ്റ്റ് ആയിട്ട് ഏറ്റവും എലഗൻ്റ് ആയിട്ട് തോന്നിയ മെമ്മെ ലോയ്സലാണ്. എല്ലാ മെൻസും അവളെ നോട്ടീസ് ചെയ്തു, വന്ന് പേരൊക്കെ ചോദിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. She danced with enthusiasm, intoxicated with pleasure, thinking of nothing but all this admiration, this victory so complete and sweet to her heart. അവരെന്ത് ചെയ്തു, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഡാൻസ് ചെയ്തു. വളരെ സന്തോഷം തോന്നി, ഈ ഒരു കംപ്ലീറ്റ് വിക്ടറിയിൽ ഒരു സന്തോഷം തോന്നി. She went home towards 4 o'clock in the morning. Her husband had been half asleep in one of the little saloons since midnight with 3 other gentlemen whose wives were enjoying themselves very much. He threw around her shoulders the modest wraps they had carried, those poverty clashed with the elegance of the ball costume. She wished to hurry away in order not to be noticed by the other women who were wrapping themselves in rich furs. എന്ത് ചെയ്തു, ഏകദേശം വെളുപ്പിനെ 4 മണിക്കാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. ആരും അറിയാതെ തന്നെ പോകാനൊരു ശ്രദ്ധിക്കുകയാണ്. ഈ ഹസ്ബൻഡ് ഒരു സലൂണിൽ ഹാഫ് അസ്ലീപ്പാണ്, ബാക്കി വിമൻസ് എല്ലാം അവിടെ ഉണ്ട്. ഇവരാരും അറിയാതെ ഈ മെറ്റീരിയൽ പോകാൻ നോക്കിയാണ്. ലോയ്സൽ ഡിറ്റൈൻഡ് ഹെർ. വെയിറ്റ്, സെഡ് ഹി, ഐ ആം ഗോയിങ് ടു കോൾ എ കാബ്. But she would not listen and descended the steps rapidly. When they were in the street, they found no carriage and they began to seek for one, hailing the coachman whom they saw at a distance. അപ്പോൾ എന്താണ്, ഈ ഹസ്ബൻഡ് പറയാണ്, നീ വെയിറ്റ് ചെയ്യൂ, ഞാൻ ഒരു ക്യാബ് വിളിക്കാം, അല്ലെങ്കിൽ ഒരു
ക്യാബ് എന്ന് വെച്ചാൽ ഒരു വാഹനം ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് പറയുകയാണ് അവർക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് മെറ്റിൽഡയ്ക്കും ഹസ്ബൻഡിനും. അപ്പോൾ എന്താണ്, മെറ്റിൽഡ അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് പോവുകയാണ്, കാരണം അവിടെ നിന്ന് ബാക്കി ആരും കാണാതെ പോകണം. പെട്ടെന്ന് പോവുകയാണ്. അവസാനം സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഒരു കരേജും ഒരു വാഹനവും കണ്ടെത്തിയില്ല. അവസാനം അവിടെ ദൂരെ ഒരു കോച്ച്മാനെ കണ്ടു. They walked along towards the river, hopeless and shivering. Finally, they found one of those old carriages that one sees in Paris after nightfall. അവസാനം ഒരുപാട് ദൂരം നടന്നതിന് ശേഷം അവർക്കൊരു പഴയ കരേജ് കണ്ടു. It took them as far as their doors, and they went wearily up to their apartment. It was all over for her, and on his part, he remembered that he would have to be at the office by 10 o'clock. അപ്പോൾ അവരെന്ത് ചെയ്തു, അപ്പാർട്ട്മെൻറ്റിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹം ഓർമ്മിച്ചത് ഏകദേശം 10 മണിയാകുമ്പോൾ ഓഫീസിൽ പോകണം. She removed the wraps from her shoulders before the glass for a final view of herself in her glory. Suddenly she uttered a cry. Her necklace was not around her neck. അപ്പോൾ അവരവിടെ ചെന്നിട്ട് മിററിൽ നോക്കിയാണ്, ഗ്ലാസ്സിൽ നോക്കിയാണ്. അപ്പോൾ ഒരു ക്രൈ അല്ലെങ്കിൽ ഒന്ന് കരയാണ്. കാരണം എന്ന് വെച്ചാൽ നെക്ലേസ് അവരുടെ കഴുത്തിൽ കാണാനില്ല. ലൂയിസ് already half dressed asked, "What's the matter?" She turned towards him excitedly. I no longer have Meme Froister's necklace. He arose in dismay. "What? How is that? It is not possible." എന്താണ് ലോയിസൽ പറയുകയാണ്, എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ച് പറയുകയാണ്, എന്താണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ മിമെ ഫ്രോയിസ്റ്ററിൻ്റെ നെക്ലേസ് കാണാനില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എവിടെയാണ്, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ, എവിടെ പോയി എന്നൊക്കെ ചോദിക്കുകയാണ്. And they looked in the folds of the dress, in the folds of the cloak, in the pockets, everywhere. They could not find it. അവരെന്ത് ചെയ്തു, അവിടെ എല്ലാം നോക്കി, അതായത് അവരുടെ ഡ്രസ്സിലും ആ പോക്കറ്റ്സിലും എല്ലാം നോക്കി, പക്ഷേ എവിടെ കാണാൻ കഴിഞ്ഞില്ല. He asked, "You are sure you still had it when we left the minister's house?" അപ്പോൾ നമ്മൾ ആ മിനിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അത് നിൻ്റെ കയ്യിലുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരുന്നു. "Yes, I felt it as we come out. But if you had lost it in the street, we should have heard it fall. It must be in the car." എന്താണ്, ഞാൻ പുറത്ത് വന്നപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. പക്ഷേ നമ്മൾ ആ സ്ട്രീറ്റിൽ കളയുകയാണെങ്കിൽ അത് നമ്മുടെ സൗണ്ട് കേൾക്കണ്ടായിരുന്നു, ആ കളയുന്ന സൗണ്ട് കേൾക്കണമായിരുന്നു എന്ന് പറഞ്ഞു. "Yes, it is possible. Did you take the number?" ഇപ്പോൾ ആ ക്യാബിൻ്റെ നമ്പർ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. "No, and you? Did you notice what it was?" അതിൽ അവർക്ക് രണ്ടുപേർക്കും ഓർമ്മയുണ്ടായിരുന്നില്ല. "No." They looked at each other, utterly cast down. Finally, Loisel dressed himself again. "I'm going," he said, "over the track where we went on foot to see if I can find it." അപ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറയുകയാണ്, ഞാൻ ഡ്രസ്സ് ചെയ്ത് ഞാൻ പോയിട്ട് വിടാം, അവിടെ കൊണ്ടുവന്ന് നോക്കാം. And he went. She remained in her evening gown, not having the force to go to bed. എന്താണ്, അദ്ദേഹം പോയി, അവർ ആ ഈവനിങ് ഗൗൺ ധരിച്ച് അവിടെ നിൽക്കുകയാണ്. കാരണം ഉറങ്ങാൻ ഇവർക്ക് പറ്റുന്നില്ല, കാരണം അത്രയ്ക്കും വിഷമമുണ്ട്, കാരണം ഇവരുടെ അല്ലല്ലോ ഈ നെക്ലേസ് എന്ന് പറയുന്നത്. Towards 7 o'clock her husband returned. He had found nothing. He went to the police and to the cab offices and put an advertisement in the newspapers offering a reward. എന്താണ്, 7 മണിയോടെ കൂടെ അദ്ദേഹം തിരിച്ചു വരികയാണ്, ഹസ്ബൻഡ് തിരിച്ചു വരികയാണ്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി, പോലീസിൽ പരാതി കൊടുത്തു, ക്യാബ് ഓഫീസിൽ പോയി, അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. എന്താണ്, റിവാർഡ് ഓഫർ ചെയ്ത് ഈ സാധനം കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെൻറ്റും കൊടുത്തു. She waited all day in the state of bewilderment before the frightful disaster. Loisel returned in the evening, his face pale. He had discovered nothing. അപ്പോൾ മെറ്റിൽഡ ഒരു ദിവസം മുഴുവൻ അങ്ങനെ ഇരിക്കുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാതെ. ലോയിസൽ തിരിച്ചു വന്നു, ഈവനിങ് തിരിച്ചു വന്നു, അദ്ദേഹം ഒന്നും കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. He said, "Write to your friend that you have broken the clasp of the necklace and that you will have it repaired. That will give us time." എന്ത് ചെയ്തു, അദ്ദേഹം പറയുകയാണ്, നീ ആ നെക്ലേസിൻ്റെ ക്ലാസ്പ് ഒന്ന് ബ്രോക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതുക, റിപ്പയർ ചെയ്ത് തരാമെന്ന് പറയുക. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടും. She wrote as he dictated. അദ്ദേഹം പറഞ്ഞ കണക്ക് തന്നെ മെറ്റിൽഡ കത്തെഴുതി. At the end of the week, they had lost all the hope, and Loisel, older by 5 years, declared, "We must replace this jewel." വീക്കിൻ്റെ അവസാനം എന്ത് ചെയ്തു, ലോയിസൽ പറയാണ്, നമ്മൾ ഈ ജുവൽ റിപ്ലേസ് ചെയ്യണം. In a shop of Palais Royal, they found a chaplet of diamonds which seemed to them exactly like the one they had lost. It was valued at 40,000 francs. They could get it for 36,000. എന്ത് ചെയ്തു, പാലൈസ് റോയലിൽ ഒരു ഡയമണ്ട് ഷോപ്പിൽ ഇങ്ങനെ ഒരു
നെക്ലേസ് കണ്ടു. അത് അതേപോലത്തെ നെക്ലേസാണ്. ഏകദേശം 40,000 ഫ്രാങ്ക്സ് വില വരും. പക്ഷേ അവർക്ക് 36,000 കിട്ടും. ലോയിസൽ possessed 18,000 francs, which his father had left him. He borrowed the rest. He made ruinous promises, took money from usuriers and the whole race of lenders. Then he went to the new necklace, depositing on the merchant's counter 36,000 francs. എന്ത് ചെയ്തു? ലോയിസിൽ 18,000 ഫ്രാങ്ക്സ് അദ്ദേഹത്തിൻ്റെ ഫാദർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുത്തു. പിന്നെ കുറച്ചൊക്കെ കടമൊക്കെ മേടിച്ചു. ഒരുപാട് പേരിൽ കടമൊക്കെ വാങ്ങിച്ച് 36,000 ഫ്രാങ്ക്സ് കൊടുത്തു. When Mimi Loisel took back the jewel to Mimi Froister, the latter said to her in frigid tone, "You should have returned them to me sooner, for I might have needed them." എന്ത് ചെയ്തു? അത് കൊടുത്തപ്പോൾ ഒരു ഫ്രിഡ്ജിൽ ടോണി പറയുകയാണ്, നിനക്ക് നേരത്തെ റിട്ടേൺ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. മിമി ഫ്രോയിസ്റ്റർ ഡിഡ് നോട്ട് ഓപ്പൺ ദ ജുവൽ ബോക്സ് ആസ് മിമി ലോയിസൽ ഫിയർഡ് ഷീ വുഡ്. വാട്ട് വുഡ് ഷീ തിങ്ക് ഇഫ് ഷീ വുഡ് perceive the substitution? What should she say? Would she take her for a robber? എന്ത് ചെയ്തു? മിമി ഫോയിസ്റ്റർ ജുവൽ ബോക്സ് തുറന്നു നോക്കിയില്ല. മിമി ലോയിസൽ അത് പേടിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ തിരിച്ചറിഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷനാണ്, തിരിച്ച് പകരം വെച്ചാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമെന്നൊന്നും ഇവർക്കറിയില്ലല്ലോ. മിമി ലോയിസൽ now knew the horrible life of necessity. She did her part, however, completely heroically. It was necessary to pay this frightful debt. She would pay it. They sent away the maid. They changed their lodgings. They rented some rooms in the attic. എന്ത് ചെയ്തു? ഈ ഒരു ഡെപ്റ്റ് തീർക്കണമല്ലോ, അതുകൊണ്ട് അവർ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി. മെയ്ഡിനെ പറഞ്ഞു വിട്ടു, ലോഡ്ജിങ്സ് മാറ്റി, അതുപോലെ തന്നെ കുറച്ച് റൂംസൊക്കെ റെൻറ്റും ചെയ്തു. ഷീ ലേൺ ദ ഓഡിയസ് വർക്ക് of a kitchen. She washed the dishes. She washed the soiled linen, their clothes and dishcloths, which she hung on the line of dry. She took down the refuse to the street each morning and brought up the water, stopping at each landings to catch her breath, and clothed like a woman of the people. She went to the grocers and the butchers and the fruiters with her basket on her arm, shopping, haggling the last sow of her miserable money. അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി, ഒരുപാട് കഷ്ടപ്പെട്ട് ഇവർ പൈസ കുറച്ച് സമ്പാദിക്കുകയാണ് ഈ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട്. ദ ഹസ്ബൻഡ് walked evenings putting the books of some merchants in order, and night he often did copying at 5 sous a page, and this life lasted for 10 years. At the end of 10 years they had restored all. ഏകദേശം ഇങ്ങനെ 10 വർഷം ബുദ്ധിമുട്ടി. ആ 10 വർഷത്തിന് ശേഷം ഇതെല്ലാം അവർ റെസ്റ്റോർ ചെയ്തു. Mimi Loisel seemed old now. She had become strong, hard woman, the crude woman of poor household. Her hair badly dressed, her skirts awry, her hands red. She spoke in a loud tone and washed the floors with large pails of water. But sometimes, when her husband was in the office, she would seat herself before the window and think of that evening party of former times, of that ball where she was so beautiful and so flattered. ഇപ്പോൾ എന്ത് ചെയ്തു? മിമി ലോയിസൽസ് ഓൾഡായി. അവർ വളരെ ഹാർഡ് വുമണായി, ഒരുപാട് കഷ്ടപ്പെടുന്ന വളരെ ഹാർഡ് വുമണായി. ചില സമയത്ത് ഈ ഹസ്ബൻഡ് ഓഫീസിലായിരിക്കുമ്പോൾ ഇവരിരുന്ന് ആലോചിക്കുന്നുണ്ട് ഈ ഒരു പാർട്ടി. How it had been if she had not lost the necklace. Who knows how singular in its life, how full of changes, how small a thing will ruin or save one. എന്ത് ചെയ്തു? അവരാലോചിക്കുകയാണ് ആ നെക്ലേസ് നേസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്ത് സിംഗുലറാണ് നമ്മുടെ ലൈഫ്, എന്ത് ചേഞ്ചസാണ് നമുക്ക് വരുന്നത്. ഒരു ചെറിയ കാര്യം വരും, ഇത്രയും ഒരു കഷ്ടപ്പാടുണ്ടാക്കും. One Sunday as she was taking a walk in the Champs-Élysées to rid herself of the cares of the week, she suddenly perceived a woman walking with a child. It was Mimi Froister, still young, still pretty, still attractive. Mimi Loisel was affected. Should she speak to her? Yes, certainly. And now she had paid. She would tell her all. Why not? എന്ത് ചെയ്തു? അപ്പോൾ അവിടെ കൂടെ പോകുമ്പോൾ, റോഡിൽ കൂടെ പോകുമ്പോൾ മിമി ഫോയിസ്റ്ററിനെ കാണുകയാണ്. ഇപ്പോൾ മിമി ലോയിസൽ ഇപ്പോഴും യങ്ങും പ്രക്റ്റിയൊക്കെയാണ്. ചെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ സംസാരിക്കണോ, കാര്യം പറയണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പറയണം, കാരണം ഒരുപാട് കാലമല്ലോ, ഇനിയെങ്കിലും സത്യം പറയണമെന്ന് മെറ്റിൽഡ, അതായത് മിമി ലോയിസൽ തീരുമാനിക്കുകയാണ്. ഷീ അപ്രോച്ച്ഡ് ഹർ. ഗുഡ് മോർണിംഗ് ജെനി. Her friend did not recognize her and was astonished to be so familiarly addressed by this common personage. She stammered, "But madam, I don't know. You must be mistaken.
അപ്പോൾ എന്താണ് പറയുകയാണ്, ഗുഡ് മോർണിംഗ് ജെനി എന്ന് മെറ്റിൽഡ എന്ന് പറയുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായില്ല, ഒന്നും ഓർമ്മിച്ചെടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഈ രൂപം മൊത്തം മാറിയിട്ടുണ്ടല്ലോ. മാഡം എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല, നിങ്ങളെ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എന്ന് ചോദിക്കുകയാണ്. നോ, ഐ ആം മെറ്റിൽഡ ലോയ്സൽ. അപ്പോൾ മെറ്റിൽഡ പറയാണ്, ഞാൻ മെറ്റിൽഡ ലോയ്സലാണ്. ഹെർ ഫ്രണ്ട് അട്ടേർഡ് എ ക്രൈ ഓഫ് അസ്റ്റോണിഷ്മെൻറ്റ്. ഓ മൈ പുവർ മെറ്റിൽഡ, ഹൗ യു ഹാവ് ചേഞ്ച്ഡ്. എങ്ങനെയാണ് നീ മെറ്റിൽഡ ഇങ്ങനെ നീ ചേഞ്ച്ഡ് ആയെന്ന് ചോദിക്കുകയാണ്. യെസ്, ഐ ഹാവ് ഹാഡ് സം ഹാർഡ് ഡേയ്സ് സിൻസ് ഐ സോ യു ആൻഡ് സം മിസറബിൾ വൺസ് ആൻഡ് ഓൾ ബിക്കോസ് ഓഫ് യു. എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു നിന്നെ കണ്ടതിന് ശേഷം. എല്ലാം നിനക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിന്നെ കാരണമാണ്. ബിക്കോസ് ഓഫ് മീ, ഹൗ ഇസ് ദാറ്റ്? എന്നെ കാരണമോ? എന്താണ് കാരണം? യു റീകോൾ ദ ഡയമണ്ട് നെക്ലേസ് ദാറ്റ് യു ലോൺഡ് മീ ടു വിയർ ടു ദ മിസ്റ്റേഴ്സ് ബോൾ. നിനക്ക് ഓർമ്മയുണ്ടോ നീ ആ ഡയമണ്ട് നെക്ലേസ് എനിക്ക് കട തന്ന? യെസ്, വെരി വെൽ. അതെ, തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. വെൽ, ഐ ലോസ്റ്റ് ഇറ്റ്. ഞാൻ അത് കളഞ്ഞു പോയി. ഹൗ ഈസ് ദാറ്റ് സിൻസ് യു റിട്ടേൺ ഇറ്റ് ടു മീ? അതെങ്ങനെയാണ് നീ എനിക്ക് തിരിച്ചു തന്നില്ലേ? ഐ റിട്ടേൺ അനദർ ടു യു എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ടേക്കൺ അസ് 10 years ടു പേ ഇറ്റ്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ അസ് ഹൂ ഹാവ് നത്തിങ്, ബട്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ആൻഡ് ഐ ആം ഡീസൻ്റ്ലി കണ്ടക്ട്. ഞാനത് തിരിച്ച് വേറൊരെണ്ണം മേടിച്ചു തന്നാണ്. എന്താണ് അത് ഒരുപാട് കടം വാങ്ങേണ്ടി വന്നു. അതിപ്പോൾ വീട്ടിൽ ഒരു 10 വർഷം എടുത്തു. മൈ പ്രോസസ് സ്റ്റോപ്പ് ഷോർട്ട്. സീ സെറ്റ് യു സേ ദാറ്റ് യു ബ്രോട്ട് ഡയമണ്ട് നെക്ലേസ് ടു റിപ്ലേസ് മൈൻ. നീ പറഞ്ഞത് നീ എനിക്ക് ഡയമണ്ട് നെക്ലേസ് വാങ്ങിച്ചു തന്നാണോ അത് തിരിക്കാൻ? യെസ്, യു ഡിഡ് നോട്ട് പെർസീവ് ഇറ്റ് ദെൻ, ദേ ജസ്റ്റ് അലൈക്ക്. നീ അത് തിരിച്ചറിഞ്ഞില്ലല്ലേ, അത് രണ്ടും ഒരുപോലെയായിരുന്നു. ആൻഡ് ഷീ സ്മൈൽഡ് വിത്ത് പ്രൗഡ് ആൻഡ് സിമ്പിൾ ജോയ്. മൈ ഫ്രോസ്റ്റർ വാസ് ടച്ച്ഡ് and took both her hands and she replied, oh my poor Matilda, mine were false, they were not worth of 500 francs. എൻ്റെ പൊന്നു മെറ്റിൽഡ, എൻ്റെത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. അത് 500 ഫ്രാങ്ക്സിന് മേലെ വരില്ലായിരുന്നു അതിൻ്റെ വില. അത് ഫോൾസ് ആയിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. താങ്ക് യു.